Vanakkam and Namaskaram and hi everyone. എൻ്റെ ഫസ്റ്റ് സംസാരിക്കുന്ന ഒരു റീലാണ് അല്ലെങ്കിൽ വീഡിയോ ആണ്. ഞാൻ സാധാരണ വീക്കെൻഡ്സിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. അതിൻ്റെ എഫേർട്ടായിട്ട് ഞാൻ സാധാരണ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ മൂഡ് തോന്നിയ ഒരു വീഡിയോ എടുത്തിടും എന്നല്ലാതെ ഞാൻ റെഗുലറായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു തോട്ട് പ്രോസസ്സ് പോയി, ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫെഷൻസ് ഓഫ് എ ടാംബ്ര. മൈ മദർ ടങ് ഇസ് തമിഴ്. അപ്പോൾ തമിഴ് സംസാരിക്കുന്ന ഒരാളാണ്. മലയാളം ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരുപാട് തമിഴ് വേർഡൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ചില വേർഡ്സ് ഒന്നും ഇപ്പോഴും ഒരു ഉച്ചാരണ ശുദ്ധി ഇല്ല. ഇപ്പോഴും പറയാം, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും, നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉച്ചയ്ക്ക് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എന്ത് ലഞ്ച്, കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയി കഴിഞ്ഞാൽ മനസ്സിൽ ഫസ്റ്റ് എന്താ ആലോചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പുട്ടും കടല ഉണ്ടാക്കണോ, അല്ലെങ്കിൽ അപ്പം സ്റ്റൂ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ പൊതിച്ചോറ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇസ് പൊതിച്ചോറ്. ഞാനിവിടെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്യാണ് പതിവ്. അപ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും രുചി അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചൊന്ന് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയും വർഷങ്ങളായി വീട്ടിൽ ഞങ്ങൾ അങ്ങനെ ഒരു കേരള സ്റ്റൈല് കുറച്ചു എടുക്കും എന്നല്ലാതെ മോസ്റ്റ്ലി ഞങ്ങളുടെ സാമ്പാർ, മുളകൂട്ടാൻ, മുളകൂശ്യം, കുറച്ച് പാലക്കാട് അയ്യർ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വീട്ടിലുണ്ടാക്കുക. അഹമ്മദാബാദിൽ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ക്രേസ് പൊതിച്ചോറിൻ്റെ. അപ്പൊ ഇന്ന് എന്താ പറയാമെന്ന്, എനിക്കിങ്ങനെ പൊതിച്ചോറ് ഞാൻ എപ്പോഴും കഴിക്കും, ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുമ്പോൾ ഡീകൺസ്ട്രക്റ്റഡ് വേ ആണ്. അതായത് ഇവിടെ ഇല ഭയങ്കര റെയറാണ് കിട്ടാനായിട്ട്. കിട്ടിയ ആമസോണിൽ എത്രയാ, 40 രൂപ ഒരു ഇലയ്ക്ക്. ഇന്ന് വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇന്ന് നമുക്ക് 40 രൂപയെങ്കിൽ 40 രൂപ, ഇന്ന് എന്തായാലും പൊതിച്ചോറ് എന്നുള്ള രീതിയിൽ കഴിക്കണം എന്ന് തോന്നി. സോ അപ്പൊ ഇന്ന് എൻ്റെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ അതാണ് ടോപ്പിക് ഇന്ന്. അപ്പോൾ കൺഫെഷൻ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ടാംബ്രം ആണെങ്കിലും ആൾക്കാർ ഒട്ടുമിക്കവാറും വിചാരിക്കും ഞാൻ മലയാളിയാണെന്ന്. പക്ഷെ അത് ടെക്നിക്കലി കറക്റ്റ് അല്ല. അങ്ങോട്ട് മലയാളി ചോദിച്ചാൽ മലയാളിയാണ്, തമിഴാണെന്ന് ചോദിച്ചാൽ തമിഴാണെന്ന് പറയും. തമിഴ് ആൾക്കാർ ഇപ്പൊ പറയും അയ്യോ നിന്റെ തമിഴ് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, തമിഴ് ആൾക്കാർ ഓടിപ്പോന്ന് പറയും. ഞങ്ങളുടെ അത്ര നല്ല തമിഴും അല്ല. സോ എനിക്ക് തോന്നുന്നു മലയാളി ആവുന്നതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കൺഫെഷൻ. എൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് ഒരു മലയാളി പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്കെൻഡ്.